ഹായ് ഗായ്സ്, സുഖാണ് എല്ലാവർക്കും. ഇന്ന് തമ്മിലിൽ കാണുന്ന പോലെ തന്നെ ഞാനിന്ന് എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ ലേഡീസിൻ്റെ ലൈഫിലും കാണും, എല്ലായ്പ്പോഴും പോലെയല്ല അവരുടെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ലൈക്ക് സംതിങ് ന്യൂ അല്ലേ. അപ്പോൾ ഞാൻ സിക്സ്ത്തിൽ പഠിക്കുമ്പോഴാണ് പീരീഡ്സ് ആവുന്നത്. പക്ഷെ എല്ലാവരും പോലെ അറിയാത്തൊരു സംഭവം പെട്ടെന്ന് കണ്ട അങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ സിസ്റ്റർ എന്നെക്കാളും 4 years മൂത്തതാണ്. അപ്പോൾ സിസ്റ്റർ ഞാൻ 4th എന്തോ പഠിക്കുമ്പോഴാണ് സിസ്റ്ററിൻ്റെ മെൻസ്ട്രേഷൻ വരുന്നത്, പീരീഡ്സ് വരുന്നത്. ആ സമയത്ത് ആരും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിരുന്നില്ല. പീരീഡ്സ് എന്താണെന്നോ ഒന്നും നത്തിങ് അവർ പറഞ്ഞിരുന്നില്ല. ഇത് നോക്കുമ്പം ചേച്ചിക്ക് ഭയങ്കര പ്രിവിലേജ് എല്ലാവരും കൊടുക്കുക. ചേച്ചിക്ക് പാല് കൊടുക്കുന്നു, മുട്ട കൊടുക്കുന്നു, ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നു, എല്ലാം നിർബന്ധിച്ച് കൊടുക്കുക. എനിക്ക് അവിടെ സൈഡിൽ അങ്ങനെ വെച്ചേക്കും, വേണമെങ്കിൽ കുടിക്കുക, വേണമെങ്കിൽ കഴിക്കുക. ഇതിൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയില്ല ഇതെന്താ, ഒരാൾക്ക് മാത്രം പ്രിവിലേജ്, പെട്ടെന്ന് ഒരാൾക്ക് പ്രിവിലേജ് കൊടുക്കുന്നു, ഇതെന്താ സംഭവം. നമ്മൾ ടോട്ടലി എന്താ പറയുക, നമ്മൾ കൺഫ്യൂസിങ് ആവും. അതെനിക്കുണ്ടായി. അപ്പം ഞാൻ ബേക്കിൽ കൂടെ ഞാൻ വെച്ച് നടന്നു പോകാം കേട്ടോ, ജസ്റ്റ് ഇഗ്നോർ. അപ്പം നമ്മളിങ്ങനെ ക്യൂരിയസ് അടിക്കും, നമ്മൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് നടത്തി. ഞാനിങ്ങനെ ചേച്ചിയും കസിൻസൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൊച്ചുകുട്ടിയെ പോലെ തന്നെ ഇരുന്നിട്ട് ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു 9th പഠിക്കാണ്ട്, 9th ബുക്കിൽ പഠിക്കാണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ, 9th 8th. പിന്നെ ചേച്ചി അപ്പം 9th 10th പഠിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചിയുടെ പീരീഡ്സ് വന്നത്. അപ്പം ചേച്ചിയുടെ ബുക്കൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ പോലെ എല്ലാം ഇങ്ങനെ നോക്കും, എന്താണ് ഇതിലുള്ളത്, ഇതെന്താ ഇവർ പറഞ്ഞത്. ഇങ്ങനെ എന്തൊക്കെയോ റിസർച്ചിങ്ങിലൂടെ. ഇംഗ്ലീഷ് ഭയങ്കര സംഭവമായിട്ട് അറിയാമെന്നല്ല, ഞങ്ങൾക്ക് കുറേ ഡിക്ഷണറീസും വീട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണെന്നൊരു ഏകദേശം ധാരണ മനസ്സിലായി. ബ്ലീഡിങ് വരും, ഇതാണ് എനിക്ക് മനസ്സിലായത്. ഇതെങ്ങനെ പെയിൻ ഉള്ളതാണോ, പെയിൻ ഇല്ലാതെ വല്ലയിടത്തും മുറിച്ചിട്ടുണ്ടാക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ 6th വെക്കേഷൻ, എൻ്റെ ചേച്ചിയുടെ മാരേജ് ടൈം ആകാറായപ്പോഴാട്ടോ, അതായത് ഒരു February 17 ചേച്ചിയുടെ മാരേജ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ 7th 6th അങ്ങനെ എന്തോണ് പീരീഡ്സ് ആകുന്നത്. അത് ഫസ്റ്റ് ടൈം. വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ, അങ്ങനെ എന്തോ ഒരു വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ അനിയൻ്റെ സ്കൂളുണ്ട്, അനിയൻ സ്കൂൾ ബസ്സിൽ പോയിട്ട് വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് അനിയനെ കൊണ്ട് നിർത്താം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്രീ ആയതുകൊണ്ട് എനിക്കായിരുന്നു ഡ്യൂട്ടി 4 മണിയാകുമ്പോൾ അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അനിയനെ പിക്ക് ചെയ്തുകൊണ്ട് വരാമെന്ന് പറയുന്നത്. അവൻ എനിക്കൊന്ന് 2nd സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കാം. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് നടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊരു ലൂബ്രിക്കൻസി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരുമാതിരി ഫീൽ ചെയ്തു. ഞാൻ പോയിട്ട് അവനെ വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഞാനത് കണ്ടു. ഈ സമയത്ത് നമ്മൾ അറിയാമെന്നുള്ള സാധനമാണ് പീരീഡ്സ്, ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയാമെന്ന്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് ഷോക്കാവും, ഇതെന്ത് സംഭവം. ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി. ഉമ്മച്ചിയെടുത്തൊക്കെ പറഞ്ഞു. ഉമ്മച്ചിയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു പറയാം, എനിക്ക് ദേഷ്യം വരാം. കാരണം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്ന നേരെ ആളെല്ലാവരും ചെയ്ത സംഭവം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വയ്ക്കാം. അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ പീരീഡ്സ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. വേദന ഒന്നുമില്ല, നല്ല സൂപ്പർ പരിപാടി. നോക്കിയപ്പോൾ കിടക്കുമ്പോൾ എല്ലാവരും ഫുഡ് നമ്മുടെ അടുത്ത് കൊണ്ട് വയ്ക്കുന്നു. പഴം വേണോ, അത് വേണോ, മുട്ടയൊക്കെ തന്നു. പക്ഷെ ഞാൻ കഴിച്ചിലേക്ക് എന്തോ പച്ച മുട്ട നല്ലെണ്ണയൊക്കെ ഇട്ടിട്ട് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ കഴിച്ചില്ല. പക്ഷെ പ്രയോറിറ്റി കിട്ടുന്നു, നല്ല രസമായിരുന്നു. മഞ്ഞൾ തേച്ചുള്ള കുളിയൊക്കെ വളരെ റയറായിട്ട് 2 തവണ എന്തോ മഞ്ഞൾ തേച്ച് കുളിച്ചു. എനിക്കതൊന്നും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. ഞാൻ പക്ഷെ മിണ്ടാണ്ടൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ എല്ലായിടത്തും ചാടി കയറുന്നുണ്ട്, എല്ലാം ചെയ്യണ്ടായിരുന്നു. വേദനയില്ലല്ലോ, നല്ല രസമുണ്ട്. മന്ത്ലി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് കുഴപ്പമില്ല, ജസ്റ്റ് പാഡ് വെക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പീരീഡ്സ് എനിക്ക് സ്കൂളിലെ എക്സാം എഴുതാണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം എൻ്റെ മുഖമൊക്കെ വളരെ വെളുക്കുന്ന ടീച്ചേഴ്സ് പറയുന്നുണ്ട്. സ്കൂൾ ടൈമിൽ അത്രയും നമ്മൾ എന്താ പറയുക, വിറയ്ക്കും, കൈയും കാലമൊക്കെ വിറയ്ക്കുന്നു. ഒന്ന് ഞാൻ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡേറ്റ്സിൻ്റെ ഷേക്ക് കുടിച്ചാണ് ഞാൻ ഓക്കെ ആയിരുന്നത്. പക്ഷേ എനിക്ക് ഡേറ്റ്സിൻ്റെ ഷേക്ക് അടിച്ച് തരും, പിന്നെ ഉലുവ വെള്ളം. അത് ഞാൻ പ്രഗ്നൻസി വരെ അല്ലെങ്കിൽ അതിന് ശേഷം വരെയും ഒരു 2-3 years മുന്നേ വരെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു ഉലുവ. അപ്പം 1-2 സ്പൂൺ ഉലുവയൊക്കെ ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളത്തെ തിളപ്പിച്ച് വറ്റിച്ച് 1/2 ഗ്ലാസ് ആക്കി ചെറു ചൂടോടെ തന്നെ കുടിക്കും. അതൊരു ചെറിയൊരു ആശ്വാസമാണ്. എനിക്കറിയില്ല അതിൻ്റെ സയൻറ്റിഫിക് ഫാക്ട് ഒന്നും അറിയില്ല, പക്ഷെ അതെനിക്കൊരു ആശ്വാസം തരുന്നു. ചിലപ്പോൾ നമ്മുടെ മെൻ്റലി ഉള്ള ഒരു ആശ്വാസം, അതായത് ഇത് കുടിച്ചാൽ നമുക്ക് ആശ്വാസം തരും എന്നുള്ള ചിന്തയും ആയിരിക്കും. ചിലപ്പോൾ ഇതിനെന്തെങ്കിലും സയൻറ്റിഫിക് വേ ഉണ്ടായിരിക്കും, എന്തോ ഒരു പെയിൻ റിലീഫ് പോലെ തോന്നാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെയിൻ ഉണ്ടോ എന്ന് വെച്ചാൽ പെയിൻ ഉണ്ട്. പക്ഷെ ഞാൻ ആ ഒരു എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം മുതൽക്കുള്ള ആ ഒരു പീരീഡ് പെയിൻ ഒന്നും എനിക്കില്ല. എന്നാൽ ഉണ്ട്, ചില ടൈമിൽ സിവിയർ ആവുന്നുണ്ട്, ചില ടൈമിൽ വളരെ റെയറാണ്.
പക്ഷെ ഞാൻ ആ ദിവസം കിച്ചൺ ഡ്യൂട്ടീസ് അധികവും എടുക്കാറില്ല. കാരണം എനിക്കൊന്ന് നമ്മൾ പകുതി വെച്ചിട്ട് നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല കിച്ചണിൽ കയറി കഴിഞ്ഞാൽ. മാക്സിമം ഞാൻ ചെയ്യാണ്ടിരിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പീരീഡ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസും അതിനുശേഷമുള്ള എൻ്റെ പീരീഡ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. ഇതൊരു ഏജ് വരെ നമ്മൾ ഗോൺ ത്രൂ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പെയിൻ കില്ലേഴ്സ് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരോടും പറയും പെയിൻ കില്ലേഴ്സ് ട്രൈ ചെയ്യരുത് മാക്സിമം. ഞാൻ അത്രയും വേദന അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ പെയിൻ കില്ലർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ടൈം പെട്ടെന്ന് പോയെങ്കിൽ ഒരു 2 hour 3 hour ആകുമ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞു വരും. ഞാനിങ്ങനെ സമയം ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ട് ആ പെയിൻ അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴും പെയിൻ കില്ലർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.